മഴക്കെടുതിയുടെ കൂടുതൽ വാർത്തകൾ ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. കല്ലാർകുട്ടി ഡാമിന് മുന്നിലാണ് ഇപ്പോൾ രാഹുൽ വിജയനുള്ളത്. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞു, എന്താണ് അവസ്ഥ? ഡാമിന്റെ കല്ലാർകുട്ടി ഡാമിന്റെയും അതുപോലെ തന്നെ പാമ്പള ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. നമുക്കറിയാം ഒരത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമുകളൊക്കെ നിറയുന്നതാണ്, ചെറു ഡാമുകളാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കല്ലാർകുട്ടി ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്ന് മുതിരപ്പുഴയാറിലേക്ക് വെള്ളമൊഴുക്കാൻ അനുമതി ലഭിച്ചത്. മാത്രമല്ല പെരിയാറിന്റെ തീരത്തുള്ളവർക്കും ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മഴ ഇന്ന് പുലർച്ചെ വരെ അതിശക്തമായി ഇടുക്കിയിൽ എല്ലായിടത്തും പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരല്പം തോർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, മരം കടപുഴകി വീണിട്ടുണ്ട്. റോഡുകളിലേക്കാണ് കൂടുതലും അത്തരം മണ്ണിടിച്ചിലും മരമൊടിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഗതാഗതം ഭാഗികമായിട്ടാണ് നടപ്പാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഓടകളൊക്കെ നിറഞ്ഞതിന് ശേഷം വെള്ളവും ചെളിയും ഒക്കെ ഈ റോഡിൽ പരന്ന് കിടക്കുകയാണ്. അത് ഈ ഇരുചക്ര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും ഒക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോവർ പെരിയാർ പവർ ഹൗസിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 2 ഫീഡറുകൾക്ക് മുകളിലേക്കാണ് മണ്ണും കല്ലും കൂടെ ഇടിഞ്ഞു വീണത്. ആ 2 ഫീഡറുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഒരു നേരിയ മുടക്കം ചില ഭാഗങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് ഭാഗത്തേക്കുള്ള ഫീഡറുകളാണ് തകർന്നത് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഫീഡറുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ബ്രഹ്മപുരത്തേക്കും ഇടുക്കിയിലേക്കുമുള്ള വൈദ്യുതി ഇടയ്ക്ക് തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഏതു ഭാഗത്തേക്കുള്ള ഫീഡറുകളാണ് തകർന്നത് എന്നുള്ളത് കൃത്യമായിട്ടും അവർ പറയുന്നില്ല. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ മണ്ണിടിച്ചിൽ ഏകദേശം 1.5 കോടി രൂപയുടെ നഷ്ടം KCBക്ക് ലോവർ പെരിയാർ പവർ ഹൗസിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ട് വ്യാപകമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ കൊടുത്തതാണ്. അടിമാലിയിൽ ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് വാഹനത്തിന് മുകളിലേക്ക് വീഴുകയും അതുപോലെ തന്നെ ദേശീയപാത ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പലതവണ ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ആളപായം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടുക്കിയിൽ കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നു, അത് ആശ്വാസകരമായ കാര്യം തന്നെ. രാഹുൽ വിജയൻ, ഇന്ന് ഇടുക്കി ജില്ലയിൽ പല സ്ഥലത്തും കറണ്ടില്ല, ഇന്നത് വൈദ്യുതി മുടങ്ങിപ്പോയി, വൈദ്യുതി വന്നിട്ടില്ല എന്നൊക്കെ പരാതി ഉയരുന്നുണ്ടല്ലോ, എന്താണ് യഥാർത്ഥ വിവരം? നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ട് അതിശക്തമായ കാറ്റും മഴയുമൊക്കെ ആയിരുന്നു. പലയിടത്തും ഈ വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള കാലതാമസം ഉണ്ടാകും. പല പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്, പല ലൈൻ കമ്പികൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അത് നന്നാക്കാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അതുപോലുള്ള പരാതികൾ പല ആളുകൾ നമ്മളെ തന്നെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിയും KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അവർ ഓടി നടന്ന് പണിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിലാണെങ്കിൽ പോലും പലയിടത്തും KCBയുടെ പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരിക്കുന്നു, ലൈൻ കമ്പികൾ പൊട്ടിയിരിക്കുന്നു. അത് KCB ഉദ്യോഗസ്ഥർ അത് നന്നാക്കുകയും ചെയ്യുന്നുണ്ട്. തൊടുപുഴയിൽ ഉൾപ്പെടെ അല്പസമയം മുമ്പ് കറണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഹൈറേഞ്ച് മേഖലയിൽ പലയിടത്തും ഇപ്പോൾ കറണ്ട് ഇല്ല. നിലവിൽ ഒരു ഭാഗത്ത് മാത്രമാണ്, മൂന്നാറിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കറണ്ട് ഉള്ളത്. പിന്നെ കട്ടപ്പന ഭാഗത്തുമുണ്ട്. ഇതിനിടയിലുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും കറണ്ട് ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഇടുക്കിയിൽ നിന്നാണ്, കല്ലാർകുട്ടി ഡാമിന് സമീപം നിന്നാണ് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേർന്നത്.